നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ മേതക്കൂട്ടി എഴുന്നേറ്റ് കേട്ടോ, ഭയങ്കര വഴക്കാണ് എന്നോട്. അപ്പം രാവിലെ മഹതി വിടണം. അപ്പം രാവിലത്തേക്കുള്ള കാപ്പിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഒരാൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ, അത് എന്നോട് പിണങ്ങിയിരിക്കുന്ന ഭാവം കേട്ടോ. പാത്രമൊക്കെ എടുത്ത് എറിഞ്ഞു കേട്ടോ. രാവിലെ ചേമ്പ് പുഴുങ്ങാൻ വെച്ചു കേട്ടോ. മഹതീനെ സ്കൂൾ വിടണം. അപ്പോൾ രാവിലെ ഏകദേശം ഞങ്ങൾക്ക് മഹതിക്ക് ഞാൻ ദോശ ഇട്ട് കൊടുക്കും. രാവിലെ ഇവിടെ ചേമ്പ് പുഴുങ്ങി കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചു. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 6:30 കാണും. അപ്പോൾ ഇങ്ങനെയാത്തൊരു കുയിൽ ഒന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം മേതക്കൂടെ എൻ്റെ കൈ ഇരുന്ന് ഉറങ്ങുക. രാവിലെ അവൾ എണീക്കും, 5:30 ആകുമ്പോൾ അവൾ എണീക്കും. കയ്യിൽ സുഖിച്ച് കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഇവിടെ കൈ വെച്ചുകൊണ്ടാണ് ഞാൻ മിക്ക രാവിലത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ നീക്കുന്നത്. ചേമ്പ് ഞാൻ വെച്ചു. കുക്കറിനകത്ത് മഹതിക്കുള്ള ചോറാണ്. അത് ഏകദേശം ആകാറായി കേട്ടോ. രാവിലെ എണീക്കുകയാണെങ്കിൽ മിക്കവാറും ഞാൻ രാവിലെ ഇതാ പരിപാടി കേട്ടോ. ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾ ഉറങ്ങിക്കോളും പെട്ടെന്ന്. അവൾ രാവിലെ 5:30 ആകുമ്പം ഞാൻ എണീക്കുന്നൊപ്പം ചില സമയത്ത് ഇവിടെ പേടിച്ച് 5 മണിക്ക് എണീക്കും. അപ്പം എന്നാലും ഇവിടെ എണീക്കും കേട്ടോ. ഞാൻ മാറി അപ്പം അവൾക്കറിയാം. ഇങ്ങനെ ആടി അവൾ ഉറങ്ങി കേട്ടോ. ഇനി കൊണ്ട് കിടത്തിട്ട് വേണമെങ്കിൽ ബാക്കി കഞ്ഞി ഊറ്റാനും തോരൻ വെക്കാനൊക്കെ. തോരൻ ഏകദേശമായി, അവൾക്ക് കൊടുക്കാനുള്ളതല്ല ഏകദേശം. ഇനി ഇവിടത്തേക്ക് ഉച്ചക്കത്തേക്ക് പയ്യെ റെഡിയാക്കിയാൽ മതി. മഹതി വിട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ രാവിലെ മല്ലൂരിപ്പുഴ അമ്പലത്തിൽ പോകണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ. മഹതിക്കുട്ടി ഇനി 8:30 സ്കൂൾ ബസ് വരും. മഹതിക്കുട്ടിയെ കയറ്റി റെഡിയാക്കി വിട്ട് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർക്കാം. മഹതിക്കുട്ടിക്ക് രാവിലത്തേക്കുള്ള സ്നാക്സാണ് സ്കൂളിൽ കൊടുത്തിരുന്നത്. ഇത് വൈകിട്ടത്തേക്കും. അപ്പോൾ രാവിലെ വൈകിട്ടും സ്നാക്സ് ഉണ്ട് അവർക്ക് കൊണ്ടുപോകേണ്ട. അപ്പം ഇനിയിപ്പോൾ ലഞ്ചും കൂടെ ലഞ്ച് ബോക്സ് കൂടെ ഒന്ന് റെഡിയാക്കിയാൽ മതി. അങ്ങനെ ചോറും ഏകദേശം റെഡിയായി. ഇനി ഒരു താമസമുള്ളൂ, നല്ല വെന്ത് കിട്ടും. മഹതിക്കുട്ടിക്കുള്ള ചോറ്, മുട്ട. അവൾക്ക് തോരൻ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തോരൻ വെക്കുന്നില്ല. പിന്നെ പപ്പടം, പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൈരും. ഇതാണ് നമ്മളുടെ ഇന്ന് ലഞ്ച്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. പതിവില്ലാതെ രാവിലെ മഴ തുടങ്ങിയേക്കുക. ആളാണെങ്കിൽ ഇതുവരെ എൻ്റെ കൈ നിറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ കൈ കിടന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത്. മഹതിക്കുട്ടി റെഡിയായപ്പോൾ ഞങ്ങൾ ബസ് വരാൻ സമയമായി. ഇപ്പോൾ ഞങ്ങൾ വയ്യ മുന്നോട്ട് കയറി പോകണേ. രാവിലെ നല്ല വെയിൽ കേട്ടോ. അപ്പം മേധേനെ ഞാൻ ചേട്ടനെ കേൾപ്പിച്ചു. അപ്പം അവൾ നല്ല ഉറക്കമാണ്. അപ്പം മഹദീനെ പയ്യെ കൊണ്ട് കയറ്റിയിടണം. റോഡിലെത്തി. ഇനി അവളുടെ ബസ് വരണം. ബസ്സെ കയറ്റി വിടണം. അങ്ങനെ മഹതിക്കുട്ടിയുടെ ബസ് വരുന്നുണ്ട് കേട്ടോ. മഹതിക്കുട്ടിയുടെ ബസ് വന്നു കേട്ടോ. കയറ്റിയിടുമ്പോൾ മേതക്കുട്ടിയും ഞാനും ഏകദേശം റെഡി ആയിട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാം. മലരിപ്പുഴ ഇവിടെ നിന്ന് കുറച്ച് വരുള്ളൂ കേട്ടോ. ഒരു അരമണിക്കൂറുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. മേതക്കുട്ടി, അപ്പം ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങും കേട്ടോ. ഇതാണ് മലൂരപ്പുഴ അമ്പലം. എനിക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിർത്തി. മേതക്കുട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ ചായയും ഒരു അവൾ ഭയങ്കര വഴക്കായപ്പോൾ മേടിച്ചു കൊടുത്തു. ഇഷ്ടപ്പെട്ടോ? കഴിച്ചോ?
വന്ന് എൻ്റെ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പോകാം കേട്ടോ. ഞാൻ മീൻകറി വെക്കുന്നുണ്ട്. അവൻ നൈസായിട്ട് വന്ന് എന്നോട് വന്ന് സോപ്പിട്ട് മീനൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഇരിക്കുന്ന ഭാവമാണ്. അപ്പം മീൻ കറി ഞാൻ മീൻ ഇന്നിട്ടാൽ മതി. തിളച്ചാൽ നോക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. ഇവിടെ കൈ വെച്ചാണ് മിക്കപ്പോഴും ഞാൻ എൻ്റെ കുക്കിംഗ് അല്ല. അവൾക്കിപ്പോൾ മീൻ ഞാൻ പിറക്കി അതിന് തീടണം. അതിന് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ കുറേ നേരം മീമി എന്ന് വഴക്കൊണ്ടിരിക്കുക. ആവോലിയാണ്. അപ്പോൾ ആവോലി മേടിക്കാനുണ്ട്. ആവോലി മേടിച്ച് ചെമ്മീൻ മേടിച്ചു. അപ്പോൾ ചെമ്മീൻ നാളെ വെക്കാൻ ഓർത്ത് കറണ്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഓർത്ത് ആവോലി എന്നാൽ വെച്ചേക്കാണ്. മീൻ കറി അവിടെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പാചക സമയത്ത് നല്ല മഴയും അതിനിടയ്ക്ക് നല്ല മഴ നല്ല ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പം അവിടെ മഴയും. അതാണ് ഞങ്ങളുടെ ശരിക്കുള്ള അടുക്കള എന്ന് പറഞ്ഞാൽ. ഇതാണെങ്കിൽ മഴയാണെങ്കിലും പ്രശ്നമില്ല, ഒന്നും അവനവിടെ അടങ്ങിയിരിക്കും കേട്ടോ. അപ്പം അവയിലും ഏകദേശമായി കേട്ടോ. ഇനി ഒരു വെള്ളരിക്ക കൊണ്ടുള്ള ഒരു ചാറുകറിയേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ അവയിൽ ഞാൻ വെച്ചില്ല കേട്ടോ, ചേച്ചി വെച്ചാൽ കേട്ടോ. നമുക്കപ്പോൾ ഒരു കൊഞ്ച് ഫ്രൈ വെക്കാം കേട്ടോ. ഇതിനകത്ത് ചേർക്കുന്നത് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് നാരങ്ങനീര്, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, കരിയാപ്പില, ഇത്രയിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്യണം. കാരണം എന്നെ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കരിയാപ്പിലയും കൂടെ നമുക്ക് ഇടയത്. ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം, ഒന്ന് സെറ്റാവുന്നവരെ വറക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കുമ്പിടി എത്തി കേട്ടോ. ഹലോ, ഇങ്ങോട്ട് നോക്കിക്കേ ചേച്ചി, ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാണ് ഞങ്ങളുടെ കുമ്പിടി സ്വാമി, ഞങ്ങളുടെ വഴക്കളി കേട്ടോ. എവിടെ പോവാടാ, എവിടെ പോവാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. അവളെ റെമ്പൂട്ടാൻ പറിക്കാൻ പോകുന്ന അവൾ പറയുന്നേ. ഭയങ്കര കുസൃതി കേട്ടോ. അവൾ ഷൂ എടുക്കുന്നത് കരുതിയിട്ടാണ് മേധ ഷൂ എടുത്ത് കൈ വെച്ചേക്കുന്നത്. ഉച്ചയ്ക്ക് ഉള്ള സ്പെഷ്യൽ കേട്ടോ. കൊഞ്ച് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളരിക്ക ചാറ്, ബീട്രൂട്ട് തോരൻ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. കൊഞ്ച് ഏകദേശം ഫ്രൈ വന്നു കേട്ടോ. ലഞ്ച് സ്പെഷ്യലാണ് ചെമ്മീൻ ഫ്രൈ, ആവോലി കറി, ഇത് ബീട്രൂട്ട് തോരൻ, പിന്നെ ഇത് ചോറ്, ഈ പപ്പടം ഉണ്ട് കേട്ടോ, പിന്നെ വെള്ളം. ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരുത്തിനോട് വഴക്കാം. മറ്റോൾ പോയി, അന്നേരം അവൾ പോയ പിന്നെ ഇവിടെ എന്നോട് ഗുസ്തിയാണ്. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ എല്ലാം റെസ്റ്റ് ചെയ്യാൻ സമയത്ത് നല്ല മഴയും അതിനിടയ്ക്ക്. അത് റബ്ബർക്കായ മേധക്കുട്ടി, അതൊരു റബ്ബർക്കാ വന്ന് വണ്ടി കയറിയപ്പോൾ റബ്ബർക്കാ വന്ന് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അവൾക്ക് അത് കണ്ടിട്ട് അവൾക്ക് അപ്പി അത് പറഞ്ഞ് എന്നെ കൂടെ ഭയങ്കര ശല്യം അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. തെറച്ച് കളഞ്ഞിട്ട് അതെടുത്ത് കളഞ്ഞിട്ട് പോകില്ല, ഫുള്ളും ഭയങ്കര വൃത്തിക്കാരിയാ. ഓ തട്ടിക്കളിയോ, ഞാൻ ഇപ്പോൾ തട്ടിക്കളിയോള്. അപ്പിയില്ല, റബ്ബർക്കാ. ആ അതാ, എന്താ അതാ ടോയാണോ റബ്ബർക്കാ? ഒരു രക്ഷയില്ല കേട്ടോ. ആ പുള്ളി പിടിക്കുന്നിടത്ത് നിൽക്കണം. മഹതിക്കുട്ടിയെ പോയി വിളിച്ചുകൊണ്ട് വന്നു. മഹതിയെ വിളിക്കാൻ പോയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല മഴയായതുകൊണ്ട് മേധക്കുട്ടി എൻ്റെ കഴിക്കുന്നതോ ഒന്നും ഞാൻ എടുത്തില്ല വീഡിയോസൊന്നും. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് തോന്നും. അപ്പോൾ ഇനി മഹതിയെ പഠിപ്പിക്കണം, ഒത്തിരി ഹോംവർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യിപ്പിക്കണം, പിന്നെ കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.